ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നല്ലൊരു അടിപൊളി ഗുലാബ് ജാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഗുലാബ് ജാം തന്നെ ഉണ്ടത്. അപ്പോൾ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കേട്ടോ. ഇതിനായിട്ട് ഞാനൊരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ബ്രെഡ് കൊണ്ടും റവ കൊണ്ടും മൈദ കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളത്തിന് അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് കുറുകി വരണുണ്ടോ വെള്ളം. ഇനി ഇതിലേക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 2 സ്പൂണ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിഞ്ഞ് വരുവോളം ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ബ്രെഡൊക്കെ ഒരു പാകത്തിന് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഈ ബ്രെഡ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ ഷുഗർ സിറപ്പിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതലായെന്ന് തോന്നിയോണ്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാലുണ്ടെങ്കിൽ പാല് ചേർത്താലും മതിയാകും, അല്ലെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം കുറേശ്ശെയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം വല്ലാതെ ലൂസാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഒരു ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല നൂൽ പരുവത്തിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ബ്രെഡിൻ്റെ മാവുണ്ടല്ലോ, അത് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ കയ്യിൽ എണ്ണയൊക്കെ ആക്കിയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ എണ്ണയൊക്കെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ചൂടായ ഓയിലിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഭാഗം ഒന്ന് വെന്ത് വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ബ്രെഡ് അധികം വേവൊന്നുമില്ലല്ലോ. ഈ ഒരു കളറ് മാറുന്നത് വരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ 2 ഭാഗം നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഗുലാബ് ജാമുനാണ്. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് വെന്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുങ്ങിക്കിടക്കണം കേട്ടോ. അപ്പോൾ തീ ഇപ്പോഴും കത്തുന്നുണ്ട് ഷുഗർ സിറപ്പിന്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് കുറേ നേരം ഇങ്ങനെ മുങ്ങിക്കിടക്കുമ്പോഴാണ് ഇതിലുള്ള പഞ്ചസാരയൊക്കെ ഇതിൽ പിടിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. വലിയവർക്കും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഗുലാബ് ജാം തന്നെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.